നമസ്കാരം. ഞാൻ ഡോക്ടർ സജിത് മോഹൻ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, കിംസ് ഹെൽത്ത്, ട്രിവാൻഡ്രം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പെരിമെനോപോസ് എന്ന് പറയുന്ന അവസ്ഥയെ പറ്റിയാണ്. എന്താണ് പെരിമെനോപോസ്? നമുക്കെല്ലാവർക്കും അറിയാം, മെനോപോസ് എന്ന് വെച്ചാൽ ആർത്തവ വിരാമം. ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ അനിവാര്യമായ ഒരവസ്ഥ. 50 വയസ്സ് കഴിയുന്ന ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട അവസ്ഥയാണ് മെനോപോസ്. എന്നാൽ അതിനു മുമ്പ് തന്നെ മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 45-46 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ ഉള്ള ആ ഒരു ട്രാൻസിഷൻ ഫേസിനെയാണ് നമ്മൾ പെരിമെനോപോസ് എന്ന് പറയുന്നത്. എന്താണ് പെരിമെനോപോസിൻ്റെ ഇമ്പോർട്ടൻസ്? ആദ്യം തന്നെ നമ്മൾ അനുഭവപ്പെടുന്നത് നമ്മുടെ പീരിയഡ്സ് ബിക്കം ഇറഗുലർ. മിക്ക സ്ത്രീകളും പറയുന്നു 46 വയസ്സായി കഴിഞ്ഞാൽ പീരിയഡ്സ് 2 മാസത്തിലൊരിക്കലേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസം വരെ നീണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ മെനോപോസ് ആയെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഒരു 3-4 മാസം മെൻസ്ട്രുവേഷൻ വരുന്നു. ബ്ലീഡിങ് ചിലപ്പോൾ ഹൈ ആയിരിക്കും, ചിലപ്പോൾ ഒട്ടും കാണത്തില്ല, സ്കാൻറ്റി ഫ്ലോ. അതോടൊപ്പം തന്നെ ഹോട്ട് ഫ്ലഷസ്, നൈറ്റ് സ്വെറ്റ്സ്, ബോഡി പെയിൻസ്, മൂഡ് ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, ഇങ്ങനെ പല പല രീതിയിൽ ഒരു ട്രാൻസിഷൻ ഫേസിലൂടെ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ടെസ്റ്റോസ്റ്ററോണിൻ്റെയും അളവ് ശരീരത്തിൽ ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അളവ് കുറഞ്ഞു വരിക. ഇത്തരം സിംറ്റംസാണ് നമ്മുടെ ഈ ഒരു പെരിമെനോപോസൽ ട്രാൻസിഷനിലേക്ക് നയിക്കുന്നത്. പെരിമെനോപോസ് അൾട്ടിമേറ്റ്ലി എൻഡ്സ് ഇൻ മെനോപോസ്, ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഒരു വർഷം നമുക്ക് പീരിയഡ്സ് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് മെനോപോസ്. അപ്പോൾ ഈ പെരിമെനോപോസൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണോ? അതാണ് ഏതൊരു സ്ത്രീയെയും ഒരു ഡോക്ടറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. പെരിമെനോപോസിൽ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് കോഴ്സ് നീഡഡ്. ചിലർക്ക് ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി തന്നെ വേണ്ടിവരും. ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയെ പറ്റി നമുക്ക് വേറൊരു സെഷനിൽ സംസാരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ് വേണ്ടത്? മെയിൻലി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെസ്സ് ഒഴിവാക്കുക. സ്ട്രെസ്സ് ഒഴിവാക്കി പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ എക്സർസൈസ്, പ്രോപ്പർ സ്ലീപ്പ്, അവോയ്ഡൻസ് ഓഫ് സ്ട്രെസ്, all these conditions, all these steps will give a smooth, proper transition into a menopause. പക്ഷേ ചിലർക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇപ്പോൾ ഒത്തിരി ഹോട്ട് ഫ്ലഷസ്, രാത്രിയിൽ ഉറക്കാനേ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ട് ജോലിയെ ബാധിക്കുന്ന, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന ഒരവസ്ഥ. അത്തരം സിറ്റുവേഷൻസിൽ യു ഷുഡ് കൺസൾട്ട് യുവർ ഗൈനക്കോളജിസ്റ്റ്. ഡു സം നെസസറി ടെസ്റ്റ്, ഹോർമോണൽ അസേ ചെയ്യാം. ദെൻ ഹോർമോണാണ് വേണ്ടി വരുന്നതെങ്കിൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അക്കോർഡിംഗ് ടു യുവർ സ്റ്റേറ്റസ് ഓഫ് യുവർ യൂട്രസ്. യൂട്രസ് ഉള്ളവർക്കൊരു ട്രീറ്റ്മെൻറ്റ്, അത് മെനോപോസിൽ എത്തിക്കഴിഞ്ഞാൽ യൂട്രസ് ഉള്ളവർക്കൊരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. മെനോപോസിൽ എത്തില്ല എന്നുണ്ടെങ്കിൽ ഓരോ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സപ്ലിമെൻറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കണം. കാരണം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കാരണം ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുക, ജോയിൻറ്റ് പെയിൻസ് വരിക, ബോണി പെയിൻസ് വരിക, മസിൽ ഏക്സ് വരിക, അതിനെല്ലാം നമുക്ക് സപ്ലിമെൻറ്റ്സ് വേണ്ടി വരും ഇൻ ദ ഫോം ഓഫ് വൈറ്റമിൻ ഡി, വൈറ്റമിൻ D3, കാൽഷ്യം ആൻഡ് ഹോർമോൺസ്. ബാക്കി നമ്മുടെ എല്ലാ ഹോർമോൺ ടെസ്റ്റുകളും ചെയ്ത് ഒരു സ്മൂത്ത് ഒരു ട്രാൻസിഷൻ ടുവേർഡ്സ് യുവർ മെനോപോസ് ഇസ് വാട്ട് ഈസ് നീഡഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഒരു 45 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് മേ ബി യു ആർ ഗോയിങ് ടുവേർഡ്സ് യുവർ മെനോപോസ്. താങ്ക് യു.